ഹായ്, നമ്മുടെ പള്ളിപ്പെരുന്നാൾ വ്ലോഗിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവങ്ങളും ഞങ്ങൾ പോയ ഔട്ടിങ്ങും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും തിരി തെളിയിച്ചുകൊണ്ട് കലാപരിപാടികൾക്ക് തുടക്കമായി. ആദ്യമേ തന്നെ ഉണ്ടായിരുന്നത് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഈ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നറിയോ, നമ്മളൊക്കെ നാട്ടിൽ ഒത്തിരി അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ. ഇടയ്ക്കിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ കോളേജുകളിൽ കിട്ടുന്ന അവസരങ്ങൾ, സ്കൂളുകളിൽ കിട്ടുന്ന അവസരങ്ങൾ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് ഒരുപാട് ബാധ്യതകളായിട്ട്, ഒരുപാട് പ്രതീക്ഷകളായിട്ട് വിമാനം പിടിച്ച് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കുറഞ്ഞു പോകുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി അസോസിയേഷനുകൾക്ക് നടത്തുന്ന ഓണം സെലിബ്രേഷൻ, അങ്ങനത്തെ സെലിബ്രേഷനുകളിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാറ്. പക്ഷേ അതിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അത്ര പ്രാതിനിധ്യം കിട്ടാറില്ല. പക്ഷേ ഈ ഒരു പരിപാടിയിൽ ഒത്തിരി കുഞ്ഞു മക്കൾ പങ്കെടുക്കുന്നത് കണ്ടപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിട്ടോ. പിന്നെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ളത് മാർഗം കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അമ്മമാരാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്തത്. എന്തായാലും നമ്മുടെ നാട്ടിൽ അതേ കോസ്റ്റ്യൂമിലൊക്കെ ആ ഒരു മാർഗം കളി വളരെ ഉത്സാഹത്തോടെ അവർ പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ പുറകിലുള്ളൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. അതായത് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി പെർഫോം ചെയ്യുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ ഒത്തിരി പരിപാടികൾ ഫിയർലെസ് ആയിട്ട് സ്റ്റേജിൽ കയറി നിന്ന് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശവും ഈ ഒരു പരിപാടീൻ്റെ പുറകിലുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഈ ഒരു പരിപാടിക്ക് ഏറെ ഉത്സാഹത്തോടെ സഹകരിച്ചു എന്നാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നാട്ടിലെ പോലെ സ്റ്റേജിൽ കയറി പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഇവിടെ അവസരങ്ങൾ കുറവാണെന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം, ആർട്സ് അല്ലെങ്കിൽ ഡ്രാമ ക്ലബ്ബുകളൊക്കെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു സ്റ്റേജ് എക്സ്പീരിയൻസസ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നോക്കിക്കേ, കുഞ്ഞു കുട്ടികളടക്കം നോക്കിയാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ഇത്രയും പേരുടെ മുമ്പിൽ ഡാൻസും പാട്ടും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും വളരെ വലുതാണല്ലേ. അങ്ങനെ എല്ലാവർക്കും അവസരം കൊടുത്ത ഒരു ഉച്ചയായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. ഉച്ച മുതൽ വൈകുന്നേരം വരെ എല്ലാവരും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു. നാട്ടിലൊരു പരിപാടി കാണുന്ന അതേ ഒരു ഉത്സാഹത്തോടെയായിരുന്നു പരിപാടികൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാ പരിപാടികളുടെയും അവസാനം എന്നോണം എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു നാടകം ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു പരിപാടികളുടെ എല്ലാം ഹൈലൈറ്റ്. നമ്മുടെ അമ്മമാരും യൂത്തും കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ഒരു അടിപൊളി നാടകം നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു. ആ നാടകത്തിനിടയ്ക്കിടയ്ക്ക് ഒരുപാട് ഡാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. ഞാനിപ്പം ഈ പെർഫോമൻസുകളെ കുറിച്ച് ഇത്രയധികം പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അവസരം വേറെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓണം സെലിബ്രേഷനുകളൊക്കെ വളരെ സന്തോഷം നൽകുന്നതാണ്. ഒരുപാട് പരിപാടികളൊക്കെ ഓണം സെലിബ്രേഷനിൽ ഉണ്ടാവുമെങ്കിൽ കൂടിയും എല്ലാവർക്കും ഇങ്ങനെ സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും കിട്ടിയ ഒരു നല്ല അവസരമായിരുന്നു ഇതെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരുപാട് സന്തോഷം നൽകിയ ഒരു ദിവസം, നമ്മുടെ കമ്മ്യൂണിറ്റിയോടൊപ്പം നമുക്കെല്ലാവരോടും ഒപ്പം ഇതിൽ പങ്കെടുത്ത ഒരു ദിവസമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ മാത്രമാണോ ഇതിൽ പങ്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും. അതിനുശേഷം ഒരു ഗാനമേള പോലെ, ഒരു കൺസേർട്ട് പോലെ ഇവിടെ നമ്മുടെ ഗായക സംഘം പെർഫോം ചെയ്തിരുന്നു. വളരെ രസമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചായയും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പരിപാടികളുടെയും അവസാനം നടക്കാൻ പോകുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, ആ ഒരു ഫീലായിരുന്നു ഈ ഒരു സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. നേർച്ചയെടുത്തു, സാധാരണ നമ്മുടെ പള്ളികളിൽ കിട്ടുന്ന അതേപോലത്തെ നേർച്ച. അതിനുശേഷം നമുക്കൊരു കുറി ഉണ്ടായിരുന്നു. ആ കുറിയുടെ നറുക്കെടുപ്പും നടത്തി വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് സമയമുണ്ട്. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് പരിപാടികൾ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, UK രാത്രി ആവാൻ ഒത്തിരി സമയം എടുക്കും. എന്നാൽ ഇനി വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിച്ച് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആദ്യം അവരുടെ വീട്ടിലേക്കാണ് പോയത്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. കുട്ടികൾക്കും അതൊരു സന്തോഷമാവും. അങ്ങനെ അവിടെ ഒരു ഇടതൂർന്ന വഴിയിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അവിടെ എന്തോ ആപ്പിൾ തോട്ടമുണ്ട്, അവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ടെന്നൊക്കെ ഒരാൾ പറഞ്ഞറിഞ്ഞാണ് പോയത്. പക്ഷേ ആൾ നമ്മളെ ചതിച്ചു, നമ്മൾ പറ്റിക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, ജസ്റ്റ് ഒരു ആപ്പിൾ മരം മാത്രമാണ് കണ്ടത്. എന്തായാലും ആ നടത്തം നല്ല
രസമായിരുന്നു കേട്ടോ. നോക്കിക്കേ, നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെ നടക്കും പോലെയുള്ളൊരു ഫീല് തന്നെയായിരുന്നു കേട്ടോ ഇതിൽ കൂടി നടന്നു പോകുമ്പോൾ. എന്തായാലും വിട്ടുകൊടുക്കില്ല ആശാനെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം പോയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം തപ്പി ഞങ്ങളിങ്ങനെ നടന്നു. അങ്ങനെ നടന്നിടന്നതേ ഓവർ ബ്രിഡ്ജൊക്കെ കടന്ന് ചെറിയൊരു കാട് പോലെ തോന്നുന്ന ആ ഒരു വഴിയിൽ കൂടി ഞങ്ങൾ നടക്കുന്നു. കാട് പോലെ തോന്നുമെങ്കിലും തൊട്ടപ്പുറത്ത് റോഡും വാഹനങ്ങളിങ്ങനെ ചീറിപ്പായുന്ന ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു ക്രോസ് ബ്രിഡ്ജൊക്കെ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കാണുക എന്നതിലപ്പുറം നമുക്ക് കിട്ടിയ ഒരു അവധി ദിവസം എല്ലാവരും ഒത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ച് അത് ഏറ്റവും ആസ്വാദികരമാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. എന്തായാലും കുറേ ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ പോയ പോലെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കണ്ടത്. അവിടെ ഒരു മുയലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, അതിനെയൊക്കെ കണ്ടു. ചുറ്റും നോക്കുമ്പോൾ വളരെ കുളിർമയേകുന്ന കാഴ്ച, ഒരുപാട് ഷീപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുള്ള ഒരു കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് രണ്ടുപേരെ ഞങ്ങൾ കണ്ടത്. കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ ഓടി അടുത്തേക്ക് പോയപ്പോഴേക്കും അവരടുത്തേക്ക് വരുന്നത് കണ്ട് ഓടിപ്പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അടുത്ത് വന്ന് ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോഴ്സും പോണിയാണ് കേട്ടോ. എല്ലാവരുടെയും അടുത്തേക്ക് വന്ന് ഒരു ഉപദ്രവവുമില്ലാതെ അവരുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവരെ കുറച്ചു നേരം കടുപ്പിച്ചതിനൊക്കെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നല്ല മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വീട്ടിലെത്തി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അടിപൊളി പെരുന്നാൾ ദിവസം അവസാനിച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ എൻജോയ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.